സമ്മർ സീസൺ ആകുമ്പോൾ ഓസ്ട്രേലിയ കണ്ടുവരുന്ന ഒരു ആചാരമായ ഫ്രൂട്ട് പിക്കിംഗ് മാമാങ്കത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. കണ്ണി കണ്ട കുട്ടയും വെട്ടിയും വടിയും ബാഗും ഒക്കെ എടുത്ത് നമ്മളീ പോകുന്നത് ആപ്പിൾ പറിക്കാനാണ്. എല്ലാവരും തോട്ടത്തിൽ പോയി ആപ്പിൾ പറിക്കുമ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് നെബുചേട്ടൻ്റെ വീട്ടിലെ ബാക്ക് യാർഡിൽ നിൽക്കുന്ന ആപ്പിളിൽ നിന്ന് പറിക്കാനാണ് പോകുന്നത്. തോട്ടത്തിലാകുമ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി എന്നുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ പാലിക്കണം. നെബുചേട്ടൻ്റെ ബാക്ക് യാർഡിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചേട്ടനുള്ളപ്പോൾ പോയി പറിച്ചാൽ മതി. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. നാട്ടിൽ വൈകുന്നേരം 5 മണി കഴിയുമ്പോൾ കൊതുകുകേട് തടയാനായിട്ട് വിരിച്ചിടുന്ന കൊതുക് വലയനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലൊരു വെള്ള നെറ്റ് ഇവിടെയും വിരിച്ചിട്ടുണ്ട്. ഇത് കൊതുകുകേട് തടയാനല്ല, പാകമായി ചുവന്ന് തുടുത്ത് നിൽക്കുന്ന ആപ്പിൾ കടിച്ചു നോക്കാൻ വരുന്ന കിളികളെ തടയാൻ വേണ്ടിയിട്ടാണ്. ആപ്പിൾ പറിക്കാൻ വന്ന ഞാൻ ആപ്പിളിൻ്റെ അപ്പുറത്തെ മരത്തിൽ ചുവന്ന മാലബൾബ് തൂക്കിയിട്ടേക്കുന്ന പോലെ എന്തൊക്കെയോ തൂങ്ങിക്കിടക്കുന്ന കണ്ട് വേഗം അങ്ങോട്ട് ചെന്നു. പുതിയ ഏതോ ഇനത്തിൽപ്പെട്ട ആപ്പിളാണെന്ന് കരുതി എനിക്ക് തെറ്റി. അടുത്തെത്തിയപ്പോഴാണ് ആ നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. അത് പെയറാണ്, പെയർ. പണ്ട് UK വെച്ച് ആപ്പിളൊന്ന് അച്ചാറിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെയർ അച്ചാറിൻ്റെ റെസിപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പെയറിനെ വിട്ട് വീണ്ടും നമ്മൾ ആപ്പിളിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഒരു കാര്യം എനിക്ക് ഇപ്പോഴും സംശയമായിട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ കണ്ട ആപ്പിൾ മരങ്ങളെല്ലാം ഏകദേശം ഇത്രയും പൊക്കത്തിലുള്ളത് തന്നെയാണ് ഇത്രയും വർഷത്തിനുള്ളിൽ. ഈ ലോകത്ത് എന്തോരം വലിയ മരങ്ങളുണ്ടായിട്ടും ആ ന്യൂട്ടൺ എന്തിനാ ഇത്രയും ചെറിയ ആപ്പിൾ ട്രീയുടെ താഴെ പോയിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളും അതേപ്പറ്റി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നേരറിയാൻ CBയിൽ മമ്മൂട്ടി കൈ പുറകെ കെട്ടി നടക്കുന്ന പോലെ ഇങ്ങേരിങ്ങനെ നടക്കുന്നതല്ലാതെ ആപ്പിൾ പറിക്കുന്നൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആദുവിൻ്റെ കയ്യിലിരുന്ന കവർ മേടിച്ച് കൃത്യനിർവഹണത്തിന് ഞാനിയേട്ടനെ ഇറക്കി. എൻ്റെ കൃത്യമായ സൂപ്പർവിഷനും ഇൻസ്ട്രക്ഷനും ഇതിന് നിർബന്ധമാണ്. അല്ലെങ്കിൽ കണ്ണി കണ്ട കങ്കാരു കടിച്ചതും കോവാല കടിച്ചതും അണ്ണാൻ കടിച്ചതും എല്ലാം വാരിയിട്ടുകൊണ്ട് വരും. ഞാൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ആപ്പിളിനെ 50 തവണ തിരിച്ചും മറിച്ചും നോക്കിയിട്ടാണ് കവറിലേക്ക് ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ലതാണ് പറിക്കുന്നതെന്ന് എന്നെ കാണിക്കുന്നുമുണ്ട്. അങ്ങനെ നെബുചേട്ടൻ്റെ ആപ്പിൾ മരം പരക്കെ കാലിയാക്കി ഞങ്ങൾ മുൻപോട്ട് നടന്നു. ഇനി ഇതൊന്ന് അച്ചാറിടണം. പാൻ ചൂടായി കഴിയുമ്പോൾ ഓയിലൊഴിക്കുക, ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുകിടുക, കടുക് ചൂടായി കഴിയുമ്പോൾ ഉലുവയിടുക, പിന്നെ ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക, ഇളക്കുക, പാകത്തിന് മുളകിടുക, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കുക. അതിലേക്ക് തലേദിവസം അരിഞ്ഞ് ഉപ്പ് വരട്ടി വെച്ചേക്കുന്ന ആപ്പിളിട്ട് വീണ്ടും ഇളക്കുക. വിനെഗർ ഒഴിക്കുക. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി ഇടുക. മിക്സ് ചെയ്യുക. അച്ചാർ റെഡി. അച്ചാറിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചത് ഇപ്പോഴേ ഞാൻ കുക്കിംഗ് പഠിച്ചോളാമേ എന്ന് പറഞ്ഞ് തോളേക്കേറിയിരിക്കുന്ന ലിറ്റിലും പിന്നെ ഞാനും. പണ്ട് ഡാൽഗോണ കോഫി ഉണ്ടാക്കി കാണിച്ചപ്പോൾ അത് കുടിച്ച് കാണിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അണ്ടറിൽ വന്ന് അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞ അച്ചായന്മാരുള്ള നാടാണ്. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. നല്ല അടിപൊളി ലോകോത്തര നിലവാരമുള്ള അച്ചാർ. അടിപൊളി അച്ചാർ കേട്ടോ.